ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. CH മുഹമ്മദ് കോയ പ്രതിഭാ ക്വിസിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താ ഒറ്റക്കിരിക്കുന്നേ നിഷാനോടെ? അത് അവന് ചെറിയ തൊണ്ടവേദനയോ ചുമയോ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ചെറിയൊരു പനി പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് റെസ്റ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പം നിബിക്കും ചെറിയ ചുമയൊക്കെ ഉള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. CH മുഹമ്മദ് കോയ ക്വിസിന് 20 ക്വസ്റ്റ്യൻസ് ആണ് സ്കൂൾ തലത്തിലും അതുപോലെ സബ് ജില്ലയിലും ഒക്കെ വരുന്നത്. ആ 20 ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒന്ന് സിമ്പിൾ ചോദ്യങ്ങളാണ് കൂടുതലും. ആരാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിമാരെ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരെന്നുള്ളതായിരുന്നു ഉത്തരം. രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് ആണ് ഉത്തരം. ശരിയാണെങ്കിൽ ടിക്കിടാം. വേണ്ട വേണ്ട വേണ്ട, മാർക്ക് സൈഡിലിടുക. ലാസ്റ്റ് മാർക്ക് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ചോദ്യം എനിക്കറിയേണ്ടത് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനെയാണ്. അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. നമ്മുടെ കുമരകത്തടുത്താണ് വന്നത്. ഞാനൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലേ, നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒയുമാണ്. ആരാണ്? ഞാൻ പേര് എഴുതി ടിക്ക് ഇട്ടൊരു മാർക്ക് വിട്ടു. ആരാ? അരവിന്ദ് പനഗരിയാണ് ശരിയായ ഉത്തരവാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ലക്ഷദ്വീപിൽ ശാഖ തുറന്ന ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്ക്. ആലോചിച്ചിട്ട് എഴുതണം. ലക്ഷദ്വീപിൽ ഒരു പ്രൈവറ്റ് ബാങ്ക് ബ്രാഞ്ച് തുറന്നിട്ടുണ്ട്. സ്വകാര്യ ബാങ്കാണ്. ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിബിയുടെ ഉത്തരം ഒന്ന് കേട്ടിട്ടേ പറയുന്നുള്ളൂ. ഇതാണ് ഏതാ ഉത്തരം എഴുതി? ഫെഡറൽ ബാങ്ക് അല്ല, HDFC ആണ്. അതുപോലെ HDFC. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, SBI ഒക്കെ പോലെ ഫെഡറൽ ബാങ്കിനെയൊക്കെ നമ്മൾ ദേശസാൽകൃത ബാങ്കുകളാണ്. അതിനെ നമ്മൾ പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് വിളിക്കില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗവൺമെന്റിന്റെ ഓഹരികളുള്ള ദേശസാൽകൃത ബാങ്കുകളാണ്. പക്ഷേ ICICI, HDFC ഒക്കെ പോലുള്ളവയൊക്കെയാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഞാനൊരു വേറെ എക്സ്പാൻഷൻ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അയ്യൊക്കെ എപ്പോ പഠിച്ചാന്നറിയോ? ഉത്തരം എഴുതിയോ? പല ആളുകൾക്കും ശുഭാംശു ശുക്ലയും രാകേഷ് ശർമ്മയുടെ ഒക്കെ പേരുകൾ അന്തരീക്ഷത്തിൽ കിടക്കുമ്പോൾ ഓർക്കേണ്ടത് ഉത്തരം പെൻഡൌൺ. ഗോപിചന്ദ് തോട്ടക്കുറ. ശരിയാണോ? ശരിയാണ്. ഗോപിചന്ദ് തോട്ടക്കുറയാണ് ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം. ഇത് നിബി ശരിയാക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. എനിക്കൊരു ലോഹസങ്കരത്തിന്റെ പേരാണ് വേണ്ടത്. കോപ്പറും സിങ്കും കൂടി ചേർന്ന ലോഹസങ്കരം ഏതാണ്? ഏറ്റവും അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ ആണ്. സയൻസ് നന്നായിട്ട് പഠിക്കണം. കോപ്പർ, സിങ്ക് ഇവ ചേരുന്ന ലോഹസങ്കരം ഏത്? ഉത്തരം സമയമില്ല. ഗസ് ചെയ്ത് എഴുതിക്കൂ. കോപ്പർ, സിങ്ക്, ചെമ്പും സിങ്കും ചേർന്ന ലോഹസങ്കരം. പെൻഡൌൺ, ബ്രാസ്, പിച്ചള. എഴുതിയില്ലല്ലോ. നിബി ഏറ്റവും ബേസ് ചോദ്യമാണ്. ബ്രോൺസും ബ്രാസും ഒക്കെ കേട്ടോ, ലോഹസങ്കരങ്ങളിലെ ഏറ്റവും ബേസ് ചോദ്യം. കോപ്പറും സിങ്കും ചേർന്നാൽ ബ്രാസ്. ഇത് സയൻസ് ക്വിസിന് വരുന്ന ചോദ്യങ്ങളല്ല, വളരെ നോർമൽ പൊതുവിജ്ഞാനമാണ്. അടുത്ത ചോദ്യം, ആറാമത്തേത്. വനം വന്യജീവി വകുപ്പിന്റെ പുതിയ ആപ്പാണ് സർപ്പ. നിങ്ങൾക്കറിയാം. ആ സർപ്പ ആപ്പ് ഉരകങ്ങളെ കുറിച്ച്, പാമ്പുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും അതിന്റെ പരിശീലനവും, ഒപ്പം എവിടെയെങ്കിലും പാമ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിനെ ക്യാച്ചേഴ്സിലേക്ക് എത്തിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ആപ്പാണ്. ആരാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ? ടോവിനോ തോമസ് ശരിയായ ഉത്തരവാണ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. ഒരു ഇന്ത്യൻ തുറമുഖത്തിന്റെ പേരാണ് എനിക്ക് വേണ്ടത്. പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ആ തുറമുഖത്തിലൂടെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. പെൻഡൌൺ അല്ല, എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൂ. ഓക്കെ, പെൻഡൌൺ. എന്താ എഴുതിയേ? മുംബൈ. മർമ്മ ഗോവയാണ് ശരിയായ ഉത്തരം. മർമ്മ ഗോവയാണ് ഇരുമ്പയിര് കയറ്റുമതിക്ക് പ്രശസ്തമായ ഇന്ത്യൻ തുറമുഖം. എട്ടാമത്തെ ചോദ്യം വീണ്ടും സയൻസിൽ നിന്നാണ്. സിമ്പിൾ ആണ്. ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്? ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ
ഇതെനിക്ക് ശരിയാകുമെന്ന് ഉറപ്പാണ്. ഉത്തരം എന്താ? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ശരിയായ ഉത്തരമാണ്. കാവൻഡിഷ് ആണ്. 9ാമത്തെ ചോദ്യത്തിലേക്ക്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഹാസ്യ സാഹിത്യകാരനാണ് സഞ്ജയൻ. സഞ്ജയൻ എന്നുള്ളത് ഒരു തൂലികാ നാമമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ത്? സഞ്ജയൻ അല്ലേ? ആ. ഓക്കെ, ഉണ്ടാവും. M.R. നായർ. സഞ്ജയ് M.R. നായരാണ്. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം. കേരളത്തിലെ പെരുമാക്കന്മാർ ഒരു ചരിത്ര പുസ്തകമാണ്, മലയാളി എഴുതിയതാണ്. ഒരു മലയാളി ഹിസ്റ്റോറിയന്റെ പുസ്തകമാണ് കേരളത്തിലെ പെരുമാക്കന്മാർ. ആരാണ് എഴുതിയത്? കേരളത്തിലെ പെരുമാക്കൻ, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആധുനിക കാലത്തെ ഹിസ്റ്റോറിയൻ. ഈ അടുത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. മലയാളത്തിലെ ചരിത്രകാരൻ, കേരളത്തിലെ പെരുമാക്കന്മാർ എന്ന പുസ്തകം എഴുതിയത്. സമയം കഴിഞ്ഞു. എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? ഇല്ല. M.G.S. നാരായൺ. ആരാണ്? M.G.S. നാരായൺ. അദ്ദേഹമാണ് മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തനായ ഹിസ്റ്റോറിയൻ. ഈ അടുത്ത് മരണപ്പെട്ട കാര്യവും പറഞ്ഞു. 11ാമത്തെ ചോദ്യത്തിലേക്ക്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്തയാൾ, അദ്ദേഹത്തിന്റെ പേരെന്ത്? ഉത്തരം ശ്യാം സരൺ നേഗി. ഹിമാചൽ പ്രദേശുകാരനാണ്. ശരിയായ ഉത്തരവാണ്. 20 ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നത്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലാണ്, പെനിൻസുലർ ഇന്ത്യയിലെ. ചോദ്യം അങ്ങനെയാണെങ്കിൽ ആ ആനമുടിയുടെ ഉയരം എത്ര? ആനമുടിയുടെ ഉയരം എത്ര? ഏറ്റവും സിമ്പിളായ ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. (8,848 മീറ്റർ എവറസ്റ്റിന്റെ ഉയരമാണ്. ആനമുടിയുടെ ഉയരം 2,695 മീറ്റർ ആണ്. നീ മീറ്റർ ആണോ എന്താ എഴുതിയിരിക്കുന്നത്? മീറ്റർ തന്നെ അല്ലേ? ഉത്തരം ശരിയാണോ? അല്ല. വെരി ഗുഡ്. എത്ര എന്താ എഴുതി? 2,965. അല്ല, 2,695 മീറ്റർ ആണേ. അടുത്ത ചോദ്യം. അതിതീവ്രമായ ദുരന്ത സാധ്യതകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ സംവിധാനം, പുതിയ സംവിധാനമാണ്. അതിതീവ്രമായ ദുരന്ത സാധ്യതകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനത്തിന്റെ പേരെന്ത്? കവചം. ശരിയായ ഉത്തരവാണ് കവചം. വളരെ സിമ്പിളായ ചോദ്യമാണ് അടുത്തത്. 14 അല്ലേ? 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെ? CH പ്രതിഭ ക്വിസിനും അക്ഷരമുറ്റത്തിന്റെ സബ് ജില്ലാ തലത്തിലേക്കൊക്കെ വേണ്ടിയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെയാ? ടോക്കിയോ. വീണ്ടും സിമ്പിൾ ചോദ്യത്തിലേക്ക്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനമാണ് ശരിയായ ഉത്തരം. ഇത് നിഷാനും കൂടെയൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്ലാൻ ചെയ്തത്. നിഷാന് പനിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒറ്റയ്ക്കായത്. പക്ഷെ അവന്റെ ശബ്ദം അപ്പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. 16ാമത്തെ ചോദ്യം. മീറ്ററും കിലോമീറ്ററും ഒക്കെ തർക്കം വന്നു. പക്ഷേ നമ്മൾ സമുദ്രത്തിലേക്ക് ചെന്നാൽ നമ്മൾ ദൂരം അളക്കുന്നത് മറ്റൊരു ഏകകമാണ്, നോട്ടിക്കൽ മൈൽ. അറിയാലോ, നോട്ടിക്കൽ മൈൽ. ചോദ്യം ഇതാണ്, ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.852. കറക്റ്റ് ആണ്. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ. 17ാമത്തെ ചോദ്യം. പുതിയൊരു ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. തുടർച്ചയായിട്ടൊരു 30 ദിവസം ഏതെങ്കിലും ഒരു മന്ത്രിമാർ, അതിന് മുഖ്യമന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ആണെങ്കിൽ പോലും ജയിലിൽ കിടന്നാൽ അവരെ അയോഗ്യരാക്കാൻ പറ്റുമെന്ന രീതിയിലുള്ള ഒരു പരിധി വരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ. ചോദ്യം മനസ്സിലായിട്ടുണ്ട്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് അത്? അവസാനിക്കുന്നത് 3-ലാണല്ലോ, തുടങ്ങുന്നത് 1-ലാണെന്ന് എനിക്കറിയാം. 3 സംഖ്യയാണ്. അത് കറക്റ്റ് ആണോ? തെറ്റാ. 130ാം ഭരണഘടനാ ഭേദഗതി. എത്രയാ? 130ാം ഭരണഘടനാ ഭേദഗതി. 18
എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് കൈറ്റ്. പട്ടമല്ല, KITE, കൈറ്റ് പദ്ധതി. ഫുൾ ഫോം എഴുതിക്കോ. ഫുൾ ഫോം എഴുതണ്ടല്ലോ, ഞാൻ പറയാം. എന്നാ പറഞ്ഞു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ശരിയായ ഉത്തരവാണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക്. സെറ്റല്ലേ? കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു നവോത്ഥാന നായകന്റെ പേരാണുള്ളത്. നമുക്കെല്ലാം അറിയാവുന്ന MGNREG ആണ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു നവോത്ഥാന നായകന്റെ പേരാണ്. എന്താണ് ആ പേര്? അയ്യങ്കാളി. അയ്യങ്കാളി ശരിയായ ഉത്തരവാണ്. അപ്പോൾ നമ്മൾ അവസാനം അല്ല അറിയാലോ, മാർക്ക് കിട്ടും. ലാസ്റ്റ് ചോദ്യം. അപ്പോൾ ഇന്നത്തെ CH പ്രതിഭ ക്വിസിന്റെ സ്കൂൾ തലത്തിന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭ്യമാകാൻ കാരണമായത് ഒരു സന്ധിയാണ്. ഇന്ത്യ ചരിത്രത്തിലെ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് മലബാർ പ്രദേശത്തെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായത്. ഏതാണ് ആ സന്ധി? ശ്രീരംഗപട്ടണം. കറക്റ്റാണ്. ടിപ്പു സുൽത്താനുമായിട്ട് മൈസൂറുമായിട്ടുണ്ടാക്കിയ ശ്രീരംഗപട്ടണം സന്ധിയാണ്. എത്ര മാർക്കുണ്ടെന്ന് കൂട്ടി പറയുക. അതിനിടയ്ക്ക് ഒരു കാര്യം ഇവിടെ നോക്കിയേ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ശ്രീരംഗപട്ടണം സന്ധി ഉൾപ്പെടെ ചില കാര്യങ്ങൾ ചോദ്യോത്തരങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. വരുന്ന ക്ലാസ്സുകളിൽ പരമാവധി നമുക്ക് വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ ചേർക്കാം. ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ ഇതാണ് എന്റെ ഇന്ത്യ എന്ന നമ്മുടെ വാട്സപ്പിലെ ക്ലാസ്സുകൾ ഇനി തുടങ്ങാൻ വളരെ കുറച്ച് ദിവസങ്ങളിൽ ഒക്ടോബർ 2 തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഗാന്ധി ജയന്തി ഒരു ശുഭദിനമായി എടുത്തുകൊണ്ട് ഇന്ത്യ ആണല്ലോ തുടങ്ങാനാണ് പ്ലാൻ ചെയ്തത്. 5 മാസം 500 രൂപ ഫീസ്. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫീസ് അടച്ച് ആ നമ്പറിലേക്ക്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ഒപ്പം പേരും ഡീറ്റെയിൽസും ക്ലാസ്സും ഡിസ്ട്രിക്റ്റും ഒക്കെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഗ്രൂപ്പിലേക്ക് ഏത് നമ്പറിൽ നിന്നാണോ സ്ക്രീൻഷോട്ട് അയക്കുന്നത് ആ നമ്പർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. LP UP കൂട്ടുകാർക്കും അവരുടെ പേരൻസിനെയാണ് പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത്. ഹൈസ്കൂളുകാർക്കോ മുതിർന്നവർക്കോ വരുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഒറ്റ വിഷയം, ഇന്ത്യയെക്കുറിച്ച് കഥകളുണ്ട്, നല്ല രസമുള്ള ആക്ടിവിറ്റികളുണ്ട്, മത്സരങ്ങളുണ്ട്. ഗൂഗിൾ ഇടയ്ക്കൊക്കെ പറ്റുവാണെങ്കിൽ പറ്റുന്ന സമയങ്ങളിൽ ഗൂഗിൾ മീറ്റും പിന്നെ പഠിച്ച കാര്യങ്ങൾ റീക്യാപ്പ് ചെയ്യാൻ എന്ന രീതിയിൽ ക്വിസും നടത്തുന്നതായിരിക്കും. ഓഡിയോയും വീഡിയോയുമായിരിക്കും ക്ലാസ്സുകൾ. ആരും പേടിക്കേണ്ട. ലൈവോ നിങ്ങളുടെ സ്കൂൾ പഠനത്തെയോ സ്കൂൾ ടൈമിനോ ഒന്നും ബാധിക്കില്ല. ഓഡിയോയും വീഡിയോയുമായിട്ടായിരിക്കും മാത്രമായിരിക്കും ക്ലാസ്സുകൾ. ഓക്കെ. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടെ. ഇപ്പൊ എത്ര മാർക്ക്? 13 മാർക്ക്. കുഴപ്പമില്ലാത്തൊരു മാർക്കാണ്. അപ്പൊ ബാക്കിയുള്ളവരുടെ മാർക്കുകൾ കമന്റ് ചെയ്യട്ടെ. ഓക്കെ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും ഈ വരുന്ന ഒരാഴ്ച നിരവധി ക്വിസുകൾ ഡേറ്റ് ഒരുപോലെ തന്നെ വരുന്നുണ്ട്, അടുത്തടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായി പഠിക്കുക. നന്നായിട്ട് തന്നെ ഓരോ എക്സാമുകളും ഓരോ ക്വിസും എഴുതുക. അപ്പോൾ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിൻ.